മറ്റുള്ളവരും ഈ ഹോമിലറ്റിക്സ് ക്ലാസ്സിൽ നമുക്ക് ജോയിൻ ചെയ്യട്ടെ. എന്നാൽ ഇന്ന് പ്രിയ ഷിജി സിസ്റ്റർ ഉണ്ടല്ലോ, തുടർന്ന് കർത്താവിന്റെ വചനം സംസാരിക്കുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ജോളി യോശുവ സാറ്, അവസാന കുടുംബം, സൂമിലായിരിക്കുന്ന എല്ലാ സഹപാഠികൾക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവചനത്തെ അറിയിക്കുന്നു. ഇന്ന് എനിക്കിവിടെ പറയാൻ പോകുന്ന ദൈവത്തിനെ അടിസ്ഥാനമാക്കി ഞാനൊരു വാക്യം വായിച്ചു കൊള്ളാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം എഴുതിയത് വൈദ്യനായ ലൂക്കോസ് ആണ്. എന്റെ പ്രസംഗ വിഷയം പിറവിയിലെ മുടന്തനെ സൗഖ്യമാക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമം. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനെ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നു കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ ഉറ്റുനോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കയ്ക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ നാമം വരുത്തിയ 3 സവിശേഷതകളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ സവിശേഷത, യഹോവേ നിന്റെ നാമം ഭൂമിയിൽ എത്ര ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമം പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നാമമില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ പിറവിയിലെ മുടന്തന് സൗഖ്യമായി. ആത്മീയമായി നമ്മളും പാപത്തിന്റെ കാര്യത്തിൽ മുടന്തുള്ളവരായിരുന്നു. നമ്മളും ജന്മന ആത്മീയമായി മുടന്തുള്ളവരായിരുന്നു. യേശുക്രിസ്തുവിന്റെ നാമമാണ് ആത്മീയമായി നമ്മുടെ മുടന്ത് മാറ്റിയത്. അമ്മയുടെ ഗർഭം മുതൽ മുടന്ത് എന്ന് പറയുന്നത് റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുക്രിസ്തുവിൽ അവന്റെ രക്തത്താലാണ് നമ്മുടെ ആത്മീയ മുടന്ത് മാറ്റിയത്. ശാരീരമായി നമ്മളെ സൗഖ്യമാക്കുവാനും അവൻ വിശ്വസ്തനാണ്. രണ്ടാമത്തെ കാര്യം, ദേവാലയത്തിന് പുറത്ത് ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ആ മുടന്തന് ദേവാലയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുവാനോ ആരാധനയോ യാഗങ്ങളോ പ്രാർത്ഥനയോ ഒന്നും കാണുവാന് ആ മുടന്തനായ മനുഷ്യനെ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തില് സൗഖ്യം വന്നപ്പോൾ ദേവാലയത്തിന് പുറത്തിരുന്ന മനുഷ്യനെ ദേവാലയത്തിന് അകത്ത് കയറുവാന് കഴിഞ്ഞു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 47-ാം വാക്യത്തിൽ കാണുന്നത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സഭ എന്ന ദേവാലയത്തിന് പുറത്തായിരുന്നു നമ്മൾ എല്ലാവരും. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ, ആത്മീയമായ നമ്മുടെ മുടന്ത് മാറുന്നതിന് മുന്നേ, ആരാധനയോ പ്രാർത്ഥനയോ ഒന്നും നമുക്ക് അതിന്റെ മഹത്വം ഒന്നും അറിയാതിരുന്നതിന് മുന്നേ വന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സൗഖ്യമാണ് നമ്മുടെ ആത്മീയമായ മുടന്ത് മാറ്റുവാൻ കഴിഞ്ഞത്. എഫെസ്യലേഖനത്തിൽ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞ്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവന് തിരഞ്ഞെടുത്തു. ഇനി മൂന്നാമത്തെ കാര്യം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിടുതല് ആ മനുഷ്യന് ലഭിച്ചപ്പോഴേ യാചിച്ചുകൊണ്ടിരുന്ന മുടന്തനെ കൊടുക്കുന്നവനായി മാറുവാൻ ഇടയായി. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുന്നതാണ്, സ്തോത്രം ചെയ്യുന്നതാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് വരുത്തിയ മാറ്റം, നമുക്ക് സമാധാനമില്ലാത്ത സ്ഥാനത്ത്, സന്തോഷമില്ലാത്ത സ്ഥാനത്ത് ആ ദൈവ തേജസ്, ദൈവകൃപ നമ്മുടെ വന്നപ്പോഴാണ് നമുക്ക് ആ യേശുക്രിസ്തുവിനുള്ള നന്മ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അതുപോലെ സങ്കീർത്തനം 40-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ 1-2 വാക്യം കാണുവാൻ കഴിഞ്ഞ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി.
ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ വചനത്തിൽ കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മുടന്ത് മാറി ദേവാലയത്തിന് പുറത്തിരുന്നവൻ അകത്തു വന്നു, യാചിക്കുന്നവൻ കൊടുക്കുവാൻ തുടങ്ങി. ഈ വചനങ്ങൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഷീനാൻഡിയോടുള്ള പ്രത്യേകം നന്ദിയെ അറിയിക്കുന്നു. താങ്ക് യു ഷിജി സിസ്റ്റർ, ദൈവം അനുഗ്രഹിക്കട്ടെ. വേറെ ആരും ഇല്ലല്ലോ സഹിക്കാൻ? ഇല്ല മാസ്റ്ററെ, 1-2 പേര് അസൗകര്യം പറഞ്ഞിരിക്കുന്നു, അവരാരും ജോയിൻ ചെയ്തിട്ടും ഇല്ല. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണ്ടല്ലോ. വേണ്ട, വെയിറ്റ് ചെയ്യാം. അവർ ജോയിൻ ചെയ്യാൻ തോന്നുന്നില്ല, കാരണം എന്തോ ഒരു അസൗകര്യം പറഞ്ഞിട്ടുണ്ട്. മേ ബി ജോയിൻ ചെയ്യാന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും പ്രസംഗിക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ചെയ്യാം. സ്റ്റിൻസൺ ബ്രദറോ രേഖ സിസ്റ്ററോ ആനി സിസ്റ്ററോ ആരെങ്കിലും പ്രിപ്പയർഡ് ആണെങ്കിൽ ആർക്കും ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. എനിബഡി ഈസ് പ്രിപ്പയർഡ്? ഓക്കെ പാസ്റ്റർ. ഇന്നത്തെ മെസ്സേജ് നമുക്ക് കേട്ടപ്പോൾ എനിക്ക് 2-3 കാര്യങ്ങള് അതിനകത്ത് ഈ ഇതിനോടുള്ള ബന്ധത്തിൽ തന്നെ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ എനിക്ക് പോയിന്റ് ആയിട്ട് അവിടുന്ന് കിട്ടി. അതുകൊണ്ട് അപ്പൊ നമുക്ക് വിലയിരുത്തലിന്റെ കൂടെ ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? ശരി, ഓക്കെ. വിലയിരുത്തുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഇന്നത്തെ വളരെ പ്രധാനമായ 2-3 കാര്യങ്ങൾ കൂടെ ചിന്തിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഓക്കെ, അപ്പം പറഞ്ഞാൽ നമ്മള് ഷിജി സിസ്റ്റർ വീഡിയോ ഓഫ് ആക്കിയിട്ട് ഓടിയത് എനിവേ വളരെ നല്ല ചിന്തകളാണ്. ഞാന് CPT യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിടുതൽ എന്നുള്ള ആ ഒരു ഭാഗം, ഒരു സെൻട്രൽ പ്രപ്പോസിഷൻ ഓഫ് ദ സെർമൺ എന്നുള്ള ആ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഡെവലപ്പ് ചെയ്തത് നല്ലതാണ്, വളരെ നല്ലതാണ്. ഇനി അതവിടെ ആ സെർമൺ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോമിലിറ്റിക്സ് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് വലിയൊരു പ്രോബ്ലം പറയുന്നതിന് കുഴപ്പമില്ലോ അല്ലെ? അത് അങ്ങനെ അവള് പഠിക്കുന്നത്. ഒന്ന്, നമ്മൾ ഡോക്ടറിനലി ഒത്തിരി കാര്യം നമ്മളൊരു പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉപദേശപരമായ വിഷയങ്ങൾ. അപ്പം ഇതിനകത്ത് ഉപദേശ പെശ കൊണ്ടോ എന്ന് ചോദിച്ചാൽ ഉപദേശ പെശകല്ല. രണ്ടാമത്, അന്ന് ഞാൻ ഹോമിലിറ്റിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോണ്ടെക്സ്ച്വൽ ബേസ്ഡ് ആയിരിക്കണം നമ്മുടെ പ്രസംഗം. രണ്ടാമത്തെ പോയിന്റ്, വളരെ ആ കോണ്ടെക്സ്റ്റിനോട് നീതി പുലർത്തും. അത് വളരെ നല്ല ഒരു കാര്യമായിരുന്നു. കാരണം ആലയത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത, അത് കൃത്യമായിട്ടും ആ കോണ്ടെക്സ്റ്റിൽ തന്നെ നിന്നുകൊണ്ടാണ് ശുശ്രൂഷിച്ചത്, അല്ലെങ്കിൽ മെസ്സേജ് നമുക്ക് ഡെലിവർ ചെയ്തത്. പക്ഷെങ്കിൽ ആദ്യത്തെ ഒരു പോയിന്റ്, ആത്മീക മുടന്ത് എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ പാപത്തിലെ വീണവരാണ് എന്നുള്ളൊരു ആശയമാണ് പ്രസന്റ് ചെയ്തത്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് ഞാനൊന്ന് ആരംഭിക്കുക. എന്താണ് അങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്താൻ കാരണം ഇത് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഷിസ്റ്ററെ കുറ്റം പറയുന്നതല്ല, ഒരു സമൂഹം, നമ്മുടെ പ്രത്യേകിച്ച് പെന്തക്കോസ്ത് ഇതര സമൂഹങ്ങൾ നമ്മുടെ മെസ്സേജുകൾ എപ്പോഴും ആത്മീകവൽക്കരിക്കാറുണ്ട്, സ്പിരിച്വലൈസ് ചെയ്യാറുണ്ട്. അതില് ഒരു ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. സ്പിരിച്വലൈസിങ് എന്നുള്ള ഒരു ഫോർമുല, അത് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഞാനത് അഡ്രസ് ചെയ്യാത്തൊരു വിഷയം ആയതുകൊണ്ട് ഞാനത് ഒരു ക്ലാരിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആത്മീക മുടന്ത്, അവിടെ മുടന്ത് എന്ന് പറയുമ്പോഴത്തേന് ശാരീരിക മുടന്ത് തന്നെയാണ്. ഇനി ആത്മീക മുടന്തുണ്ടോ എന്ന് ചോദിച്ചാല് അതിന് വേറെ വാക്യം നമുക്ക് കണ്ടെത്തി പറയേണ്ടതായിട്ട് വരും. ഈ കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഒരിക്കലും അത് പറയാൻ കഴിയത്തില്ല. കോണ്ടെക്സ്റ്റ് എന്താണ്? കോണ്ടെക്സ്റ്റ് വളരെ ക്ലിയർ ആണ്.
പെന്തക്കോസ്ത് നാള് കഴിയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പത്രോസും യോഹന്നാനുമാണ്. കാരണം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്, പേടിക്കുന്ന പത്രോസ്, യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം യേശുവിനെ അനുഗമിക്കാത്ത പത്രോസ്, യേശുവിനെ കൊല്ലുവാൻ വേണ്ടി വരുമ്പോൾ ചാടിക്കേറി കാതറക്കുന്ന പത്രോസ്, ഈ പത്രോസിന്റെ ആ തോൽവിയുടെ ചരിത്രം ഒന്ന് നോക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം നിങ്ങൾ എന്നിലും അധികമായി ചെയ്യുമെന്നുള്ള ഒരു വചനത്തിന്റെ ഒരു നിവർത്തീകരണമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പം ശരിക്കും അവിടെ ആത്മീക മുടന്തെന്നുള്ളൊരു വിഷയം അവിടെ കയറി വരുന്നില്ല. ശരിക്കും ഇവിടെ ശിഷ്യന്മാരെ കൊണ്ട് ദൈവത്തിന് ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം അവിടെ സാക്ഷാത്കരിക്കുകയാണ്. കൃത്യമായിട്ടും യേശുവിന്റെ നാമത്തിന്റെ വിടുതൽ തന്നെയാണ്. അപ്പം യേശുവിന്റെ നാമത്തിലുള്ള അധികാരമാണ് ആദ്യം പത്രോസും യോഹന്നാനും അവിടെ പ്രായോഗികമാക്കുന്നത്. യേശുവിന്റെ നാമത്തിലുള്ള അധികാരം. കാരണം നിങ്ങൾ പോയി, ഞാൻ നിങ്ങൾക്ക് തരുന്ന അധികാരം മത്തായി സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ അധികാരം അവർ യൂസ് ചെയ്യാനുള്ള ഒരു കാരണം അവർ മാനുഷികമായിട്ട് ഒരിക്കലും പറ്റത്തില്ല. ഇനി അവരുടെ പഴയ സ്വഭാവം വെച്ചുകൊണ്ടാണെങ്കിൽ അതും ഒരിക്കലും പറ്റത്തില്ല. ഇപ്പോൾ അവർക്ക് സാധിച്ചത് പരിശുദ്ധാത്മാവ് അവരിൽ വന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് അവർ കണ്ടത്. അപ്പം ആത്മീക മുടന്ത് എന്നുള്ള ആ ഒരു വിഷയം നമ്മൾ സ്പിരിച്വലൈസ് ആണ് ചെയ്തത്. അങ്ങനെ ഒരു സ്പിരിച്വലൈസിങ് എന്ന് പറയുന്നത് ബൈബിളീകം എല്ലാ കാര്യത്തിനും നമുക്ക് ആത്മീകമായിട്ട് സ്പിരിച്വലൈസ് ഒരു വാക്യത്തെയോ ഒരു അവസ്ഥയെയോ നമ്മൾ സ്പിരിച്വലൈസ് ചെയ്യാൻ കഴിയത്തില്ല. പ്രാകൃത മനുഷ്യൻ, അത് അപ്പോസ്തലനായ പൗലോസ് പ്രാകൃത സ്വഭാവമുള്ള ഒരു മനുഷ്യനെ പറ്റി അല്ല പറഞ്ഞേക്കുന്നത്. നമ്മുടെ എന്ന് പറഞ്ഞാൽ അത് ആത്മീക നമുക്ക് സ്പിരിച്വലൈസ് ചെയ്യാം, ആത്മീകവൽക്കരിക്കാം. നിങ്ങൾ മരിച്ച അവസ്ഥയിൽ കിടക്കുന്നു, ആത്മീകവൽക്കരിക്കാം. അത് അവരുടെ ആത്മീകമായിട്ടുള്ള അവസ്ഥയെ കാണിക്കുന്നതാണ്. അപ്പം ബൈബിള് മെൻഷൻ ചെയ്തിരിക്കുന്ന, എടുത്തു പറഞ്ഞിരിക്കുന്ന അവസ്ഥകളെ നമുക്ക് ആത്മീകവൽക്കരിക്കാൻ കഴിയും, സ്പിരിച്വലൈസ് ചെയ്യാൻ കഴിയും. അല്ലാതെ നമ്മളായിട്ട് ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും, ചിലപ്പോൾ ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കും ഇല്ലെങ്കിൽ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമുക്കത് ആത്മീകവൽക്കരിച്ച് പറയാമല്ലോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഡിസ്കസ് എടുക്കാം, കുഴപ്പമില്ല. പക്ഷെങ്കില് ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട്, പ്രത്യേക ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു വാക്യത്തെ ആത്മീകവൽക്കരിക്കുന്നത് ബൈബിള് വ്യാഖ്യാനം, ബൈബിളിന്റെ യഥാർത്ഥ വ്യാഖ്യാനം അനുവദിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് അലിഗോറിക്കൽ മെസ്സേജ്. അലിഗറി എന്ന് പറയും. നിങ്ങൾക്കറിയാം, അലിഗറി എന്ന് പറയുന്ന സഭാപിതാവായ അദ്ദേഹത്തിന് ഞാൻ പേര് മറന്നുപോയി. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ തീർച്ചയായിട്ടും പറയാം. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു, കുഴപ്പമില്ല. അലിഗോറിക്കൽ മെസ്സേജ് ആത്മീകവൽക്കരിച്ചുകൊണ്ട് പറയുന്ന മെസ്സേജുകളെ അലിഗോറിക്കൽ മെസ്സേജ് എന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ സഭ വെച്ചു പുലർത്തുന്ന എങ്ങനെയാണ് അലിഗോറി അല്ല എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഉദാഹരണത്തിന്, നമുക്ക് പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണ് സോങ് ഓഫ് സോങ്, ഉത്തമഗീതം. സാധാരണ ഉത്തമഗീതം നമ്മൾ എടുക്കുന്നത് എല്ലാം തന്നെ ശൂന്യംകാരത്തിയെ സഭയായിട്ടും ആ രാജാവിനെ ക്രിസ്തുവിനോടും ഉപമിക്കാറുണ്ട്. ഇത് എത്രമാത്രം അത് നീതി പുലർത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ചർച്ചാ വിഷയമാക്കേണ്ടത്. ക്യാൻ വി ഡു, ഇല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലൊരു വ്യാഖ്യാനം എങ്ങനെ കൊടുക്കാൻ കഴിയും? ഒന്ന്, ഏതാണ് അലിഗോറിക്? നമുക്ക് പഴയ നിയമത്തിൽ ഒരു ഭാഗം എടുത്തുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് പ്രസംഗിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു സംഭവം ആത്മീകവൽക്കരിക്കുമ്പോൾ ഏത് മാനദണ്ഡത്തിലാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്? അത് ഒരു കാര്യമല്ലേ. ഇപ്പം ഉദാഹരണത്തിന് ആത്മീക മുടന്തെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പ്രാസംഗിക എന്നോട് തർക്കിക്കുകയാണ്, അതെങ്ങനെയാ പാസ്റ്ററെ, അത് ശരിയല്ല, ഇല്ലെങ്കിൽ സാറേ അത് ശരിയല്ല.
എന്റെ ദൈവം തരുന്ന എന്റെ ആശയമാണത്. അതിന് ഒരു കാരണവശാലും സാർ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ ചിന്തിച്ചേക്കാം. പക്ഷെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആത്മീകവൽക്കരിക്കണമെങ്കിലോ അലിഗോറി എന്ന് പറയുന്ന ആ ഒരു പ്രസംഗത്തിന്റെ കീഴിൽ അല്ലാതിരിക്കണമെങ്കിൽ ഏത് മാനദണ്ഡത്തിലാണ് നമ്മൾ ആ പ്രസംഗം അല്ലെങ്കിൽ ആത്മീകവൽക്കരിക്കേണ്ടത്? എന്താണ് നമുക്ക് ബൈബിൾ തരുന്ന മാനദണ്ഡം? അത് മറ്റൊന്നുമല്ല, പുതിയ നിയമം തന്നെയാണ് നമുക്ക് തരുന്ന മാനദണ്ഡം. ഒരു വാക്യം മറ്റൊരു വാക്യത്തെ കോൺട്രഡിക്റ്റ് ചെയ്യത്തില്ല. ഉദാഹരണത്തിന് ഞാനൊരു വാക്യം പറയാം. പഴയ നിയമത്തിലെ ഹവ്വ പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട് അല്ലെ? ആ വാക്യം ഏതായിരിക്കാം? അറിയാവുന്നവരൊന്ന് പറയാമോ? വാക്യം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കാണാതെ പറഞ്ഞു കുഴപ്പമില്ല, എല്ലാവർക്കും അറിയാതാണ്. സർപ്പം ഹവ്വയെ ഉപായത്താൽ വഞ്ചിച്ചതുപോലെ. അപ്പം പഴയ നിയമത്തിലെ ഹവ്വയെ അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ് ഉദാഹരണം എടുക്കുന്നത്. അതുകൊണ്ട് ഹവ്വ എന്ന് പറയുന്നത് ഇവിടെ പുതിയ നിയമത്തിലെ സഭയുടെ നിഴലായിട്ട് നമുക്ക് പൗലോസ് തന്നെ നമുക്ക് എടുത്തു കാണിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്രയേ ഉള്ളൂ, നമുക്ക് പഴയ നിയമത്തിലൊരു പുസ്തകം അത് ആത്മീകവൽക്കരിച്ച് ഇല്ലെങ്കിൽ ഒരു നിഴലായിട്ടോ പൊരുളായിട്ടോ പറയണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പുതിയ നിയമം നമ്മളെ അനുവദിക്കണം. അത് ഏറ്റവും പ്രധാനമായിട്ട് പഴയ നിയമത്തിലെ ഒരു പുസ്തകം നമ്മൾ പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ്. എത്രമാത്രം അത് വാലിഡ് ആകണം എന്നുള്ളത് ഞാൻ എൻ്റെ പേഴ്സണൽ സ്റ്റഡിയിൽ ഞാൻ മിനിങ്ങാന്ന് കേട്ട ഒരു സംഭവമാണ്. അത് ചിലപ്പം ഈ ക്ലാസ്സിന് ശേഷം നമ്മുടെ അധ്യാപകർ തന്നെ എന്റെ ക്ലാസ് കാണുന്നുണ്ടായിരിക്കാം, വിലയിരുത്തുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനത് കൺവിൻസ് ആകുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് അത് ശരിയാണെന്ന് ഞാൻ പറയും. ഓക്കെ, ഞാനൊരു ഇന്റർപ്രിട്ടേഷൻ പറയുകയാണ്, ഒരു വ്യാഖ്യാനം പറയാം. രക്തസ്രവക്കാരിയായ സ്ത്രീ അവള് യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. തൊങ്ങൽ എന്നുള്ള പദത്തിന് ഇംഗ്ലീഷില് അതിന്റെ ഗ്രീക്ക് മൊഴിയില് ഖനാഫ എന്നൊരു പദമാണ്. ഖനാഫ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഒരു റബായി, ഒരു ഗുരു ഇല്ലെങ്കിൽ ഒരു യാഹൂദ്യ റബായി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ സമയത്ത് ധരിക്കുന്ന ഒരു വസ്ത്രമാണ്. ആ വസ്ത്രത്തിന്റെ തൊങ്ങലിലാണ്, ആ വസ്ത്രത്തെയാണ് ഖനാഫ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തൊട്ടത് ഖനാഫ, അതിന്റെ തൊങ്ങൽ, ആ വസ്ത്രത്തിന്റെ തൊങ്ങലാണ്. ഇത്രയും അവൾക്ക് ഒരു കാര്യം, യേശുക്രിസ്തു സാക്ഷാൽ ദൈവപുത്രനാണെന്നും യേശുക്രിസ്തു മശിഹായായിട്ട് ഇവൾ അംഗീകരിക്കുകയായിരുന്നു ആ സമയം. മറ്റൊന്നുമല്ല, മലാക്കി 4:2 നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ അവന്റെ ചിറകിന്മേൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. അപ്പം വിങ്സ് എന്നുള്ള ആ ഒരു വാക്കിനെ, ഇംഗ്ലീഷിൽ വിങ്സ് ആണ് ചിറക്, ആ വിങ്സ് എന്നുള്ള ആ പദത്തെ റബായിമാര് അവര് ഖനാഫ എന്നുള്ള ഈ വസ്ത്രത്തിന് അവര് ഉപമിച്ചിരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു നീതി സൂര്യനാണെന്നും യേശുക്രിസ്തു സാക്ഷാൽ മശിഹായാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആണ് അവൾ ആ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുകയും അവൾക്കത് സൗഖ്യം വരികയും ചെയ്തു എന്ന് യാഹൂദ്യ പശ്ചാത്തലത്തിൽ യഹൂദന്മാർ തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിന്റെ വ്യാഖ്യാനം ശരി എത്രത്തോളമാണെന്ന് എനിക്ക് ഒന്നും കൂടെ അത് വിലയിരുത്തേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഞാനിപ്പോ പറഞ്ഞത് പഴയ നിയമത്തിലെ ഒരു ഭാഗം എടുത്തുകൊണ്ട് പുതിയ നിയമത്തിലെ ഒരു വാക്യം ഞാൻ വ്യാഖ്യാനിച്ച് പറയുമായിരുന്നു, സ്പിരിച്വലൈസ് ചെയ്യുമായിരുന്നു. നമുക്ക് ഇങ്ങനെ സ്പിരിച്വലൈസ് ചെയ്യാമോ? സ്പിരിച്വലൈസ് ചെയ്യണമെങ്കിൽ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ആധാരം വരത്തക്ക രീതിയിലുള്ള നമുക്ക് പുതിയ നിയമം അനുവദിക്കുന്ന വാക്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക്
ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പറ്റത്തുള്ളൂ. അപ്പൊ ആത്മീയ മുടന്ത് ഈ ഒരു ഭാഗത്ത് അത് തീർച്ചയായിട്ടും ഷിജി സിസ്റ്ററിന്റെ മാത്രമായിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. ഇറ്റ് ഈസ് ഗുഡ്. അത് ആത്മീക മുടന്തെന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെങ്കിൽ ഇറ്റ് ഈസ് എ മെസ്സേജ് ഓഫ് യുവർ സെൽഫ്. അത് അങ്ങയുടെ മാത്രം ഒരു ആശയവും മെസ്സേജുമാണ്. പക്ഷെ ഒരു കാരണവശാലും ആത്മീക മുടന്തെന്ന് പത്രോസോ യോഹന്നാനോ അവർക്ക് അത് മനസ്സിലായില്ല. അന്ന് ഈ പുസ്തകം അപ്പോസ്തലനായ ലൂക്കോസ് ആണ് എഴുതുന്നത്. ആ ലൂക്കോസ് ആത്മീക മുടന്തൻ എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടിയല്ല ആ മുടന്തന്റെ ചരിത്രം അവിടെ കാണിച്ചത്. ആ മുടന്തന്റെ ചരിത്രം അവിടെ കാണിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഞാൻ പറഞ്ഞ മനസ്സിലായോ ഷിജി സിസ്റ്ററെ? ഞാൻ ഇത്രയും ഒരു മനസ്സിലായി സാറേ, മനസ്സിലായി. ആത്മീക മുടന്തെന്നുള്ള വിഷയം ഒരു കാരണവശാലും ലൂക്കോസിന്റെ വിഷയമല്ല. ചിലപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ ആ പുസ്തകം വായിക്കുന്ന ആദ്യത്തെ ഓഡിയൻസ് ഇത് ആത്മീക മുടന്താണ് എന്ന് അവർ മനസ്സിലാക്കിയില്ല. അവർ മനസ്സിലാക്കിയതാണ് നമ്മൾ മനസ്സിലാക്കുകയും അത് ജനങ്ങൾക്ക് പകരുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഹോമിലിറ്റിക്സ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അവർ മനസ്സിലാക്കിയത് എന്നിട്ട് എഴുത്തുകാരൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ശൈലിയിൽ കൊണ്ടുവരികയും അത് ജനങ്ങൾക്ക് പകരുകയും ചെയ്യുക. ഇപ്പൊ നല്ല ഒരു രണ്ടാമത്തെ ആശയം വളരെ എന്താ പറയുന്നത് ശരിയും അതാണ് കറക്റ്റ്. കാരണം വർഷങ്ങളായിട്ട് ചിലപ്പോ യേശുവുള്ള സമയത്ത് പോലും ആ മുടന്തനായ മനുഷ്യൻ ആലയത്തിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കും. യേശു ആ ആലയത്തിൽ പല പ്രാവശ്യം പോയപ്പോഴും ആ മുടന്തൻ അവിടെ ഉണ്ടായിരുന്നു കാണണം. മനസ്സിലായോ? അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കണം ആ ആ ആ ആ ആലയത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. ആ സമയത്ത് ഇതുവരെ, കാരണം അത് വാലിഡേറ്റ് ചെയ്യുന്നത് ഏത് വാക്യം വെച്ചാ? പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിലെ വാക്യമല്ലേ? മുടന്തൻ, മുണ്ടൻ, മുരടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, ചുണങ്ങൻ, ഇവർക്കാർക്കും എവിടെ പ്രവേശിക്കാൻ കഴിയത്തില്ല? ആലയത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. അപ്പം ആ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ രണ്ടാമത്തെ പോയിന്റിനെ വാലിഡേറ്റ് ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മുടെ പഠനം. അപ്പം ജനങ്ങൾക്ക് മനസ്സിലാവുകയാണ്, പഴയ നിയമത്തിലെ ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ആലയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, നമ്മൾ വ്യാഖ്യാനിച്ച് കൊടുക്കുകയാണ്. രണ്ടാമത്തെ പോയിന്റില് രണ്ടാമത്തെ പോയിന്റ് ഒന്ന് വായിച്ച സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ലഭിച്ചപ്പോൾ ദേവാലയത്തിന് പുറത്തിരുന്നവൻ അകത്ത് വരാൻ ഇടയായി. വെരി ഗുഡ്. നല്ല പോയിന്റ്. പുറത്തിരുന്നവൻ അകത്ത് വന്നു. പക്ഷെ അതിന് ആപ്ലിക്കേഷൻ നമ്മുടെ ഭാഷയിൽ കൊടുത്തത് എന്താ? പലരും വെളിയിലാണ് ഇപ്പോഴും യേശു ക്രിസ്തുവിന്റെ നാമത്തിനകത്ത്. അത് ആപ്ലിക്കേഷൻ ആ സമയത്തല്ല പറയേണ്ടത്. ഞാൻ പറഞ്ഞായിരുന്നു ആപ്ലിക്കേഷൻ ഏറ്റവും ഒടുവിലാണ് പറയേണ്ടത്. ആ 3 പോയിന്റും കൂട്ടി ഇണക്കിക്കൊണ്ട് ഇന്നുള്ള നമ്മുടെ ഓഡിയൻസിന് പിന്നെ ഇതിനകത്ത് ഗിവിങ് അറ്റൻഷനും റേസിംഗ് നീഡും അതൊക്കെ വിട്ടുപോയി. അത് വേറെ കാര്യം. അത് ഞാൻ ആ 3 പോയിന്റ് ഡെവലപ്പ് ചെയ്തത് ഒരു സഹോദരി എന്ന നിലയ്ക്ക് പ്രശംസനീയമാണ്. അതുകൊണ്ട് ആണ് ഞാൻ അതിൽ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഇത് ഞാൻ എൻ്റെ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഇതിനൊരു അധ്യാപകൻ എന്നുള്ള വലിയൊരു പേരൊന്നും ഞാൻ എടുക്കുന്നില്ല. ഒരു വഴികാട്ടി എന്ന നിലയ്ക്ക് ആദ്യത്തെ പോയിന്റ് ഞാൻ വാലിഡേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോമിലിറ്റിക്സ് പ്രിൻസിപ്പളിനോട് ഞാൻ ഒരു നീതി പുലർത്തുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അത് തിരുത്തിയത്. മൂന്നാമത്തെ പോയിന്റ് ഞാൻ വിട്ടുപോയി. ഒന്നും കൂടെ ഒന്ന് പറയാമോ? ഞാൻ മൂന്നാമത്തെ അവൻ കുരിശ് എഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോട് കൂടെ ദേവാലയത്തിൽ കടന്നു. മനസ്സിലായി. വാങ്ങിക്കുന്നതിന് പകരം കൊടുക്കുക എന്നുള്ള അർത്ഥമായിരുന്നു അല്ലെ? അതും നമുക്ക് എത്രത്തോളം അത് നല്ലൊരു പോയിന്റ് ആണ്. പക്ഷെങ്കിൽ അവിടെ ഏതായാലും ഒരു കൺക്ലൂഷനിൽ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യാനുള്ള ഒരു ആഹ്വാനം, അത് കുഴപ്പമില്ല. നമുക്ക് അതൊക്കെ ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് കോണ്ടെക്സ്റ്റ് എപ്പോഴും വിടരുത് കേട്ടോ. ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ വ്യാഖ്യാന ശൈലി ഞാൻ ഇങ്ങനെ ആക്കുക. ഒന്നാമത്തെ പോയിന്റ് ആത്മീക മുടന്ത് സംഭവിച്ച, അല്ലെങ്കിൽ ആത്മീക മുടന്നുള്ളത് നമുക്ക് വിട്ടിട്ട് യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം, അതിന്റെ അല്ലെങ്കിൽ അധികാരം, അത് ശിഷ്യന്മാർ ഒന്നാമത് ഇത് വലിയ ആദ്യത്തെ അത്ഭുതമാണെന്ന് ഓർത്തണം. അവർ പോകുന്ന വഴിക്ക് ഉള്ള അത്ഭുതമാണ്. അപ്പം
ഒന്നുമല്ലാത്ത പത്രോസും യോഹന്നാനും ഒക്കെ അവര് പോകുന്ന വഴിക്ക് ഞങ്ങൾക്കുള്ളത്, ശരിക്കും പറഞ്ഞാൽ അത് ആ മുടന്തന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തോട്ട് കർത്താവ് അവിടെ സൗഖ്യം കൊടുക്കുകയാണ്. കാരണം പ്രതീക്ഷിക്കുന്നത് വെള്ളിയും പൊന്നുമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് വെള്ളിയും പൊന്നും എന്നെ ഞങ്ങളെ ഇല്ല. ഒന്നും കൂടെ ഞാൻ പറയട്ടെ, വെള്ളിയും ഇല്ല പൊന്നും ഇല്ല. അന്ന് വെള്ളിയും പൊന്നും അവർക്കില്ലായിരുന്നു. ഞങ്ങൾക്കുള്ളത് എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ടവിടെ പറയുന്നത് ദി പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അത് അവിടെയാണ് നമ്മൾ ആ ഭാഗം ഒന്നും കൂടെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടതായിരുന്നു. അത് മിസ്ഡ് ഔട്ട് ചെയ്തു. രണ്ടാമത് മുടന്തനിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ആലയത്തിലേക്ക് ഉള്ള പ്രവേശനം നിഷേധിച്ചിരുന്നു എന്നുള്ളത് ഭാഗം വളരെ കൃത്യമാണ്. ഇനി മൂന്നാമത്തത് ആലയത്തിലേക്കുള്ള ദൈവിക സൗഖ്യം പ്രാപിക്കുന്നു, മൂന്നാമത് ആലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ ശർമ്മൺ അങ്ങനെ ഒരു 3 കാര്യങ്ങളാക്കുമായിരുന്നെങ്കിൽ നമ്മൾ നടന്ന സംഭവത്തോട് നമ്മൾ നീതി പുലർത്തി എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം, ഈ അലിഗോറിക്കൽ മെസ്സേജ് ഇതാണ്. അലിഗോറിക്കൽ മെസ്സേജിനെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും സംശയം? വി പി പൗലോസ് അച്ചായൻ ഒന്ന് ഓണാക്കുന്നത് കണ്ടായിരുന്നു, അതിന് ശേഷം ഓഫാക്കി. എന്തെങ്കിലും ഉണ്ടോ അച്ഛാ? ഇല്ല. ഓക്കെ. അപ്പം അലിഗോറിക്കൽ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായത്, നമ്മൾ അനാവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ആത്മീകവൽക്കരിക്കുക. രണ്ടാമത് വേറെ കാര്യം ചോദിച്ചോട്ടെ, ഈ 10 കന്യകമാര് 5 വിളക്കുള്ളവര്, എണ്ണയുള്ളവര്, 5 പേര് എണ്ണയില്ലാത്തവര്. ഇവരാരാ? അഞ്ച് പേര് ബുദ്ധിയുള്ളവര്. ഇത് നമ്മൾ എങ്ങനെയാ വ്യാഖ്യാനിക്കുന്നത്? 5 പേര് ബുദ്ധിയില്ലാത്തവര്. ഈ 5 പേര് ബുദ്ധിയുള്ളവരാരാ? 5 പേര് ബുദ്ധിയില്ലാത്തവരാരാ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ പാട്ട് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് ഇത് ദൈവസഭയാണ്. 5 പേര് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ അന്യഭാഷ പറഞ്ഞ് കൂര പൊളിച്ച് ചാടിപ്പോകുന്നവരെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അത് ശരിയാണോ? ഈ 5 പേരാരാണ്? 5 കന്യകമാരാരാണ്? ഇനി ഞാൻ ചോദിക്കട്ടെ, ദൈവസഭ കന്യകയാണോ മണവാട്ടിയാണോ? മണവാട്ടിയാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കന്യകമാരാരാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അവര് തോഴിമാരില്ലേ സാറേ? അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് നമുക്ക് സഭയുമായിട്ട് ഉപമിക്കാൻ സാധിക്കുമോ? ഇതാ എന്റെ ചോദ്യം. സഭയോട് ഉപമിക്കാൻ ഇല്ല. എൽദോസ് അച്ചായൻ എന്നാണേലും നല്ല തഴമ്പും പഴക്കവും ഉള്ള ഒരു വിശ്വാസിയാണെന്ന് നല്ലവരറിയാം. അച്ചായനോട് ഞാൻ ചോദിക്കുകയാണ്, നാളിതുവരെ കേട്ടിട്ടുള്ള മെസ്സേജില് ഈ ബുദ്ധിയുള്ള 5 എണ്ണയുള്ള കന്യകമാർ ആരാന്നാ കേട്ടിട്ടുള്ളത്? അല്ല, അച്ഛൻ തുറന്നു പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു പോകാൻ. എണ്ണയുള്ളവര് പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവരും. അത് എനിക്ക് അത്രയും മതി, എനിക്ക് അത്രയും കേട്ടാ മതി, സന്തോഷം. ഇന്ന് വരെ നമ്മൾ അങ്ങനെയാ കേട്ടേക്കുന്നത്. ഞാൻ ഇനി വ്യാഖ്യാനിക്കാനോ ഒന്നും പോകുന്നില്ല, നിങ്ങളുടെ പഠനത്തിന് ഞാൻ വിട്ടുതരിക. ഇതാണ് അലിഗോറിക്കൽ. നമ്മൾ അലിഗോറി എന്ന് പറയുമ്പോഴത്തേന് അതിന് മറഞ്ഞു കിടക്കുന്ന ദുരുപദേശങ്ങൾ മനസ്സിലാക്കുക. ഇനി ഞാൻ നിങ്ങളെ ലവോദിക്ക സഭ, ഞാനിത് പറഞ്ഞിട്ടുള്ളത് എങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കുക. ലവോദിക്ക സഭ അവിടെ പറയുകയാണ്, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ഒന്നെങ്കിൽ നീ ശീതവാനായിരിക്കണം, ഇല്ലെങ്കിൽ നീ ഉഷ്ണവാനായിരിക്കണം. ശീതോഷ്ണവാനായികയാൽ ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് വിണ്ണുകളയുന്നു. ഇവിടെ എങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം? അപ്പൊ ഇത് നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അവിടെ പറയുന്നത്, ഒരു വിശ്വാസി, ബൈബിളാ പറയുന്നത്, ഞാനല്ല പറയുന്നത്, ജോൺലി അല്ല പറയുന്നത്, ബൈബിളാ പറയുന്നത്. ഒരു വിശ്വാസി ഒന്നെങ്കിൽ ശീതവാനായിരിക്കണം, ഇല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കണം. ശീതവാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തണുത്തത്.
ഒന്നെങ്കിൽ തണുത്ത വിശ്വാസിയായിരിക്കണം, ഇല്ലെങ്കിൽ ചൂടുള്ള വിശ്വാസിയായിരിക്കണം. ഇനി തണുത്തതോ ചൂടോ അല്ല എങ്കിൽ രണ്ടും കൂടെ ഇടകലർന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് മണ്ണ് കളയും. ഇനി നിങ്ങൾ പറ, തണുത്ത വിശ്വാസി എന്ന് പറഞ്ഞ ആരാ? വ്യാഖ്യാനമാ, ഇനി വ്യാഖ്യാനമാ. തണുത്ത വിശ്വാസി ആരായിരിക്കാം? എനിക്കറിയാം സുജാറജി സിസ്റ്റർ പറയാൻ വരുന്നത് ഒതുങ്ങിയ മൂലയ്ക്ക് കൈയും ഇങ്ങനെ താടിക്കും കൈയും കൊടുത്ത് വാക്യവും വായിക്കാതെ പ്രാർത്ഥിക്കുകയും ചെയ്യാതിരിക്കുന്ന വിശ്വാസിയാണെന്നുള്ള ഉദ്ദേശത്തില് പറയാൻ വന്നതെന്ന് എനിക്കറിയാം. മനസ്സ് ഞാനങ്ങ് വായിച്ചെടുക്കുക. വീഡിയോ ഓണാക്കുമായിരുന്നെങ്കിൽ എല്ലാവരുടെയും മനസ്സ് ഞാൻ വായിച്ചത്. എനിവേ, ഞാനൊരു തമാശ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആരോടാ ഇത് പറയുന്നത്? ലവോദിക്ക സഭയോടെ പറയുന്നത്. അപ്പൊ ലവോദിക്ക എന്നുള്ള പട്ടണത്തിൽ എന്ത് സംഭവിച്ചു? എന്താണ് ഇവരെ ഇങ്ങനെ ശീതവാൻ ഉഷ്ണവാൻ എന്ന് പരിശുദ്ധാത്മാവ് കാണാൻ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ചരിത്രം പഠിക്കണം. ഇത് ചെറിയ കാര്യമല്ല പ്രസംഗം എന്ന് പറയുന്നത്. ഇപ്പം സാധാരണഗതിയിൽ ഞാൻ എന്റെ ചെറുപ്പം തൊട്ട് ഞാനൊരു വിശ്വാസിയാണ്. ഞാൻ 12-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. ഇന്ന് വരെ കർത്താവിന്റെ കൃപയിൽ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്റെ സഭയിൽ ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുള്ളത്, നമ്മൾ എപ്പോഴും ഉഷ്ണവാനായിരിക്കുന്ന വിശ്വാസികളായിരിക്കണം, ആമേൻ എന്ന് പറയും. ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല നിങ്ങളൊരു ശീതവാനായിരിക്കണം എന്ന് ഞാൻ കേട്ടിട്ടില്ല, എന്നാണെന്ന് പറഞ്ഞാലും. പക്ഷെ ബൈബിളാണ് പറയുന്നത് നിങ്ങൾ ശീതവാനായിരിക്കണം. എന്റെ ദൈവമേ, ചിലർക്കൊക്കെ ഈ വേറെ ആരുമില്ല, ഒരാശ്വാസ വചനമാ. എന്റെ ദൈവം ബൈബിള് തന്നെ നമുക്ക് തണുപ്പാകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ വ്യാഖ്യാനം കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ ഇത് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും? എങ്ങനെ ഈ വാക്യം വ്യാഖ്യാനം ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ പറയാം, ലവോദിക്ക സഭ എന്ന് പറയുന്നത് വീഡിയോ ഓഡിയോ ഒന്ന് ഓഫാക്കോ? പുറകിൽ ആരോ സംസാരിക്കുന്നുണ്ട്. ദയവായി ഓഡിയോ ജസ്റ്റ് ഒന്ന് ഓഫാക്കിയാൽ മതി. മനസ്സിലാകുന്നുണ്ട്, പുറകിൽ സംസാരങ്ങളായിരിക്കും. എനിവേ, അപ്പം ഈ ലവോദിക്ക എന്ന് പറയുന്ന പട്ടണത്തിൽ അവിടെ അടുത്ത വാക്യം എന്നാ പറയുന്നത്? നിങ്ങൾ നഗ്നരാണ്, നിങ്ങൾ കാഴ്ചയില്ലാത്തവരാണ്, നിങ്ങൾ ദരിദ്രന്മാരാണ്. ലവോദിക്ക സഭയെ പറ്റിയാ പറയുന്നത്. എന്നിട്ട് അതിനുശേഷം പറയുകയാണ്, ഇനി നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് ഊതിക്കഴിച്ച പൊന്നോട് എന്നോട് ചോദിച്ചു കൊള്ളുക. രണ്ടാമത് പറയുകയാണ്, നിങ്ങൾക്ക് കാഴ്ച പ്രാപിക്കേണ്ടതിന് കണ്ണിനെഴുതാൻ ലേപം എന്നോട് ചോദിച്ചു കൊള്ളുക. ഇനി നിങ്ങളുടെ നഗ്നത വെളിവാകാതിരിക്കേണ്ടതിന് വെൺവസ്ത്രം എന്നോട് ചോദിച്ചു കൊള്ളുക. പരിശുദ്ധാത്മാ പറയുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതിന് നമ്മൾ എങ്ങനെ വ്യാഖ്യാനം കൊടുക്കും? അപ്പൊ ലവോദിക്ക എന്ന് പറയുന്ന പട്ടണത്തെ പറ്റിയാണ് പരിശുദ്ധാത്മാവ് അവിടെ ആ വിശ്വാസിയെ പറ്റിയാണ് കാണുന്നത്. ആ പട്ടണത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഹിസ്റ്ററി പഠിക്കേണ്ടത് ആവശ്യമാണ്. ലവോദിക്ക സഭ, നിങ്ങൾ കൊലോസ്യ ലേഖനം വായിക്കുകയാണ്, നിങ്ങൾ 2 പട്ടണത്തിന് അടുത്ത് കിടക്കുന്ന പട്ടണമാണ്. ഒന്ന് ഹേരാപോലിസ്, 2 കൊലോസ്യ. വായിക്കണ്ട, നിങ്ങൾ വീട്ടിൽ പോയി ജസ്റ്റ് കൊലോസ്യ ലേഖനം അവസാന ഭാഗം വായിക്കുമ്പോൾ ഈ ലേഖനം, കൊലോസ്യ ലേഖനം എന്ന് പറയണം, ഈ ലേഖനം ലവോദിക്കക്കാരോട് നിങ്ങൾ പറയണം. അപ്പൊ ലവോദിക്ക എന്ന് പറയുന്ന പട്ടണം ക്ലോസ് ടു കൊലോസ്യ ആൻഡ് ഹേറാപോളിസ്, ഇത് 3 ഒരു പ്രൊവിൻസിലുള്ളതാണ്. ഇത് റിച്ച് സിറ്റിയാ. ലവോദിക്ക എന്ന് പറയുന്ന പട്ടണം വളരെ സമ്പന്നമായ പട്ടണമാണ്. അവിടെ ഗോൾഡ് മൈനിങ്, സ്വർണം ഖനനം ചെയ്യുന്ന സ്ഥലമാണ്. രണ്ടാമത്, അവിടെ യാക്ക് എന്ന് പറയുന്നൊരു മൃഗത്തിന്റെ തോല്, നല്ല കമ്പിളി വസ്ത്രങ്ങൾ തയ്യാറാക്കുന്ന കറുത്ത കമ്പിളി വസ്ത്രം, കറുപ്പാണല്ലോ ഏറ്റവും തണുപ്പിന് ഉചിതമായിട്ടുള്ള ഒരു കളറ്, അബ്സോർബ് ചെയ്യുന്നു. കറുത്ത കമ്പിളി വസ്ത്രം, ഏറ്റവും ക്വാളിറ്റി ഉള്ള കമ്പിളി വസ്ത്രം തയ്യാറാക്കുന്ന ഒരു സ്ഥലമായിരുന്നു ലവോദിക്ക. ഇനി അവിടെ ഇന്ന് എനിക്ക് കണ്ണാടി എടുത്താൽ, ഞാനിപ്പോ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വണ്ടി ഒരു സ്ഥലത്ത് മാറ്റി നിർത്തിയാണ് ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വീട്ടിൽ സമയത്തിന് എത്താൻ പറ്റിയില്ല. അപ്പം എന്റെ ഈ ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോയി ഇടിച്ച് വീഴും. കാരണം എനിക്ക് ഈ ലോങ് സൈറ്റ് ഇല്ല. അന്നത്തെ കാലത്ത് കണ്ണാടിക്ക് പകരം അവർ കണ്ണിന്റെ കാഴ്ച വർദ്ധിക്കുവാൻ വേണ്ടി അവര് ഒരു ഫ്രിഗിയൻ പൗഡർ ആ ലവോദിക്ക നിർമ്മിച്ചിരുന്നു. അത് കണ്ണിൽ എഴുതുമ്പോൾ അവർക്ക് കാഴ്ച വർദ്ധിക്കുമെന്നായിരുന്നു ചരിത്രം പറയുന്നത്. ഇനി അടുത്ത വ്യാഖ്യാനം ഞാൻ പറയാം. ഇത്ര 3
മരുന്നും തയ്യാറാക്കുന്ന, കറുത്ത കമ്പിളി വസ്ത്രം എക്സ്പോർട്ട് ചെയ്യുന്ന, ഈ ഗോൾഡ്, സ്വർണം ഖനനം ചെയ്യുന്ന ഈ സ്ഥലം സമ്പന്നമായ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വെള്ളമില്ല. ഞങ്ങളുടെ മൂന്നാറ് പാറകളിൽ അതിമനോഹരമായ സ്ഥലമാണ്. അവിടെ ഇവിടെങ്ങളൊക്കെ നല്ലപോലെ എന്നാ പറയുന്നേ നീരുറവയുണ്ട്. പക്ഷേ ഉയർന്ന ചില സ്ഥലങ്ങളിൽ വെള്ളം കാണത്തില്ല. അവിടെയൊക്കെ വെള്ളം എത്തിച്ചു കൊടുക്കുകയാണ്. ചില സ്ഥലങ്ങൾ അങ്ങനെയാണ്, വെള്ളം ഇല്ല. അന്നത്തെ ലവോദിക്കക്കാർ ചെയ്തു തരുന്നത് എന്താണെന്നറിയാമോ? കൊലോസിയിൽ നിന്നും ഹൈറാപോളിസിൽ നിന്നും 2 റൂട്ട് കനാൽ വഴി അന്നത്തെ കാലത്ത് അവർ വെള്ളം എത്തിച്ചിരുന്നു. ഹൈറാപോളിസിൽ വളരെ തണുത്ത വെള്ളമാണ്, നല്ല ഐസ് പോലെ വെള്ളമാണ്. കൊലോസിയിൽ ഭയങ്കര ഉഷ്ണമുള്ള ചൂടുള്ള വെള്ളമാണ്. ഒരു കനാൽ വഴി നല്ല ചൂട് വെള്ളവും ഒരു കനാൽ വഴി നല്ല തണുത്ത വെള്ളവും വരും. നിങ്ങൾ ഓർത്ത് വയ്ക്കേ, നല്ല ഉഷ്ണമായിരിക്കുന്നത്, നല്ല വെയിലത്ത് നല്ല ചൂട് വെള്ളം ആരെങ്കിലും കുടിക്കുവോ? നമ്മൾ ആഗ്രഹിച്ചു ചെല്ലുന്നത് എവിടെയെങ്കിലും ഒരു തണുത്ത വെള്ളം കിട്ടുമെന്നാ. കൂൾ ഡ്രിങ്ക്സ്, ഇതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. തണുത്ത വെള്ളം ശരിക്കും പറഞ്ഞാൽ ആശ്വാസമാണ്. ഇനി ഗെയ്സർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ചൂടുവെള്ളം. ഇത് ശരിക്കും പറഞ്ഞാൽ സ്കിന്നിന് നല്ല മരുന്നാണ്. ഇനി നിങ്ങൾ പറ, തണുത്തതാകാൻ ദൈവം പറഞ്ഞതിന്റെ കാരണം, എന്റെ ലവോദിക്ക വിശ്വാസികളെ, നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ദൈവിക ആശ്വാസം പകരുന്നവരാകും. നിങ്ങൾ കുറച്ചുപേരെ തണുപ്പിക്കുന്നവരാകും. ഫിലേമോനോടല്ലേ പറഞ്ഞത്? അത് ആ ലേഖനമാണെന്ന് തോന്നുന്നു. നീ മറ്റുള്ളവർക്കൊന്ന് തണുപ്പിക്കുക, എന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന. പൗലോസ് പറയാണ്, നീ എന്റെ ഹൃദയത്തെ തണുപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിച്ചു. അപ്പൊ ശീതവാനാകാൻ പരിശുദ്ധാത്മാവ് ലവോദിക്കക്കാരോട് പറയുന്നതിന്റെ കാരണം, നിങ്ങളുടെ ഈ അഹങ്കാരമൊക്കെ വിട്ടിട്ട് കുറച്ചു പേർക്ക് ഒരു ആശ്വാസമാകുക. മനസ്സിലായി? ഒരു ഉഷ്ണവാൻ എന്ന് പറഞ്ഞാൽ അന്യഭാഷ പറഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ അല്ല. അവിടെ പറയുന്നത് മറ്റുള്ളവർക്ക് മരുന്നാകും. വചനം എന്നുള്ള മരുന്ന് കൊടുക്കുക, മറ്റുള്ളവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നവരായി മാറും. ഇതാണ് ആ വാക്കിന്റെ വ്യാഖ്യാനം. എന്നിട്ട് ദരിദ്രനല്ലേ നിങ്ങൾ ദരിദ്രന്മാരാണ്. അവിടെ പറയുന്നത് എന്താ പറയുന്നത്? നിങ്ങൾ സ്വർണം ഖനനം ചെയ്യുന്നവരാണെങ്കിലും ഞാൻ തരുന്ന ഊതിക്കഴിച്ച പൊന്ന് നിങ്ങൾക്ക് വേണം. ദൈവവചനം എന്നുള്ള ഊതിക്കഴിച്ച പൊന്നുണ്ടെങ്കിലേ നിങ്ങൾക്ക് സമ്പന്നന്മാരാകാൻ പറ്റത്തുള്ളൂ. ഇനി മൂന്നാമത്, കണ്ണിൽ എഴുതുന്ന ഫ്രിഗിയൻ പൗഡർ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഞാൻ തരുന്ന ലേപം നിങ്ങൾ പുരട്ടണം. ഇതെല്ലാം ദൈവവചനത്തോട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ എന്താ പറയുന്നേ, അവിടെ പറയുകയാണ് വെൺവസ്ത്രം, വിശുദ്ധിയുടെ വസ്ത്രം. അപ്പൊ ഞാനിപ്പോ ഇത്രയും പറഞ്ഞത്, ഞാൻ എങ്ങും പോയില്ല. ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ആ സ്ഥലത്തെ സംബന്ധിച്ച് പഠിച്ച് ആ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് അതുപോലെ എടുത്തു തരിക. ചിലപ്പോ നിങ്ങൾക്ക് ഞാൻ എന്റേതായിട്ടുള്ള കയ്യിൽ നിന്നിട്ട് ഒരു വ്യാഖ്യാനവും ഇല്ല. എന്റെ കയ്യിൽ നിന്നിട്ട് ഒരു വ്യാഖ്യാനം അതിനകത്തില്ല. ലവോദിക്കക്കാർക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഇത് 20-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേന്, എന്റെ പൊന്ന് സഹോദരി, നിങ്ങളെ ദൈവം ഉഷ്ണവാനാക്കുക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കൂടെ അന്യഭാഷ പറഞ്ഞ് ഭയങ്കര ഇളക്കപ്പരുപ്പം ഉണ്ടാകും. നമുക്കിതൊക്കെ കേട്ടാൽ മതി. ലവോദിക്കക്കാർക്ക് ഇത് കേട്ടാൽ മനസ്സിലാകണം. ദ ഫസ്റ്റ് ഓഡിയൻസ് ഇതാണ് സർമൺ, ഇതാണ് നമ്മുടെ ഹോമിലിറ്റിക്സ്. ഇതിലാണ് നമ്മൾ 3 പോയിന്റ് ഉണ്ടാക്കുന്നത്. ഇതിലാണ് നമ്മൾ വിശദീകരിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ കണ്ട് നമ്മുടെ ഒരു ആശയം എപ്പോഴും ഉയർന്നു നിൽക്കണം എന്ന് വാശി പിടിക്കുന്ന ആ തരത്തിൽ നിന്ന്, വാട്ട് ദ ടെക്സ്റ്റ് സൈസ്, പുസ്തകം എന്താണ് പറയുന്നത്, ഇതാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. ഞാന് പിന്നെ മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കോറിലേഷൻ എന്നുള്ള ആ ഒരു വാക്കെടുക്കുകയാണ്. പ്രിയ ആ സിസ്റ്റർ എടുത്ത വാക്യങ്ങൾ, കോറിലേറ്റ് ചെയ്ത വാക്യങ്ങൾ, പോയിന്റിനോട് കോറിലേറ്റ് ചെയ്തു. അത് നല്ലതാണ്. ഇപ്പം ആത്മീക മുടന്ന് സംഭവിച്ചിരിക്കുന്നു, ആദ്യം നമ്മൾ പാപത്തിൽ വീണു എന്നുള്ള ഒരു വാക്യം കോറിലേറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ കോറിലേഷൻ വേണം, പക്ഷെങ്കിൽ ആ ടെക്സ്റ്റിനെ സംബന്ധിച്ചുള്ള കോറിലേഷനെ ഉണ്ടാകാവൂ. ആ പാസേജില് ഇപ്പം
ഞാൻ പറഞ്ഞല്ലോ ഡ്യൂട്ടനോമിലെ ഇല്ലെങ്കിൽ ആവർത്തന പുസ്തകത്തിലെ വാക്യം. ഇനി അവിടെ പരിശുദ്ധാത്മാവ് വന്ന ആ ഭാഗം നമുക്ക് കോറിലേറ്റ് ചെയ്ത് ആ വാക്യം വായിച്ചു കൊടുക്കാം. അവൻ ആരാധിച്ച് തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. വേണമെങ്കിൽ മറ്റുള്ള അവസാന വാക്യം ഏതോ വായിച്ചെന്ന് തോന്നുന്നു. അപ്പം ആ സംഭവത്തോട് ചേർന്നുള്ള വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ കോറിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു സംബന്ധവും ഇല്ലാത്തൊരു വാക്യം നമുക്ക് എടുക്കാൻ അത് നമുക്ക് നമുക്ക് ഒരു കാരണവശാലും സെർമൺ പ്രസംഗിക്കുമ്പോൾ കോറിലേഷൻ വളരെ ശ്രദ്ധിച്ചു വേണം. ഉദാഹരണത്തിന് കാനായിലെ കല്യാണത്തിന് കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കി. നമുക്ക് ഈ ഭാഗമാ പ്രസംഗിക്കുന്നത് കൂട്ടിക്കും. ആ വ്യാഖ്യാനം വരുമ്പം കാനാവിലെ കല്യാണം, ആ കാന ആ സ്ഥലം ഏതാണ്? ആ കാന ഏതാണ്? ഗലീലയിലെ കാനാവ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് തന്നെയുണ്ട് ഗലീലയിലെ കാനാവ്. അപ്പൊ ആ കാനാവ് കാന ഏതാണ്? യോശുവയുടെ പുസ്തകത്തിലുണ്ട്. 2 ശമൂവേലാണെന്ന് തോന്നുന്നു. 2 ശമൂവേൽ ആണെന്ന് തോന്നുന്നു. യോശുവയുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. കാനാത്തോട് വരെ അത് 12 ഗോത്രത്തിൽ വിഭജിച്ചു കൊടുത്തത് എന്റെ അറിവ് ശരിയാണെങ്കിൽ ആഷേർ ഗോത്രക്കാർക്കാണ്. നമുക്ക് പഴയ നിയമം എടുക്കുക, നമ്മൾ പഴയ നിയമത്തിലേക്ക് പോവുകയാണ്. ആ കാന ഏതാണ്? ആ കാനായിൽ ആരാണ്? ആഷേർ ഗോത്രത്തിന്റെ അനുഗ്രഹം എന്താണ്? നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 50 അല്ലേ? 50-ാം അധ്യായത്തിൽ അവിടെ ആഷേർ ഗോത്രത്തിന്റെ അനുഗ്രഹം വായിക്കുമ്പോൾ നിങ്ങൾ സ്വാദു ഭോജനം ഉണ്ടാക്കുന്ന, അങ്ങനെ ആ വാക്യം ഒന്ന് വായിക്കാമോ ആരെങ്കിലും? ആഷേർ ഗോത്രത്തിന്റെ അനുഗ്രഹം പറയുന്ന ഭാഗം. ആശേരോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ സ്വാദുഭോജനം നൽകും. രാജകീയ സ്വാദുഭോജനം. എന്നാൽ ഇപ്പൊ നോക്കിയ തലമുറകൾ വന്നപ്പോൾ അവിടെ അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിലത്തിൽ വാക്യമുണ്ട്, ഇത്ര രുചിയുള്ളത് നിങ്ങൾ എവിടെ കരുതി വെച്ചിരുന്നു? പണ്ട് നിങ്ങൾ സ്വാദുഭോജനം കൊടുത്തവരാണ്. പണ്ട് നിങ്ങൾ മറ്റുള്ളവരെ അവർക്ക് ആഹാരം വെച്ചു കൊടുത്തവരാണ്. പക്ഷെ തലമുറകൾ വന്നപ്പോൾ അവിടെ വലിയ കുറവ് സംഭവിക്കുകയാണ്. നമ്മൾ ഒരു പുസ്തകം വ്യാഖ്യാനിക്കുമ്പോഴത്തേന് നമ്മൾ കുറച്ചും കൂടെ ആ ഭാഗം പഠിച്ച് പഴയ നിയമത്തിൽ എന്തെങ്കിലും അതിനോടനുബന്ധിച്ച് കാര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ച് വേണം നമ്മളൊരു സംഭവം വ്യാഖ്യാനിക്കാൻ. ഇനി നമ്മുടെ ക്രിസ്തീയ പ്രസംഗങ്ങള് നമുക്ക് ഒന്ന് നറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ ഒരു സ്റ്റോറി. കഴിഞ്ഞ ആഴ്ച പ്രിയ പൗലോസ് അച്ഛൻ എനിക്ക് തോന്നുന്നു എക്സോഡസ് പുസ്തകമായെടുത്തത്. അപ്പം രണ്ടും വ്യത്യസ്തമായ, എനിക്ക് തോന്നുന്നു നമ്മുടെ പാസ്റ്റർ എടുത്തത് എബ്രായ ലേഖനം. അതൊരു വാക്യമാണ് വായിച്ചത്. അപ്പൊ ഞാന് ഒന്ന് ഡോക്ട്രിൻസ് ഉണ്ട്, നമ്മൾ ഡോക്ട്രിൻ പ്രസംഗിക്കണം. 2 നറേറ്റീവ്, കഥകൾ നമ്മൾ ചരിത്ര പശ്ചാത്തലമാക്കി നമ്മൾ പ്രസംഗിക്കാറുണ്ട്. 3 പ്രോഫസി, പ്രവചനം നമ്മൾ പ്രസംഗിക്കാറുണ്ട്. 4 സങ്കീർത്തനങ്ങൾ, സോങ്സ് നമ്മൾ പ്രസംഗിക്കാറുണ്ട്. അപ്പം ഇതിനെല്ലാം തന്നെ ഈ ഒരു മെത്തഡോളജി നമ്മൾ ഫോളോ ചെയ്യാൻ കഴിയും. അത് നമ്മുടെ ഓരോരുത്തരുടെ സ്കിൽ അനുസരിച്ചാണ്, ഓരോരുത്തരുടെ പഠനം അനുസരിച്ചാണ്. നമ്മൾ എപ്പോഴും ബുക്ക് പ്രീച്ചിങ്, ഒരു പുസ്തകം മുഴുവൻ പ്രസംഗിക്കാൻ കഴിയും. അപ്പം നമ്മൾ സാധാരണ നറേറ്റീവ് എടുക്കും. നറേറ്റീവ് എന്ന് പറഞ്ഞാൽ കഥകളാണ് കൂടുതൽ പ്രസംഗിക്കാൻ താല്പര്യപ്പെടും ചിലർക്ക്. കാരണം അത് നിങ്ങൾ ചില പാസ്റ്റർമാർ, പ്രത്യേകിച്ച് ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നതല്ല വിചാരിക്കേണ്ട, പ്രവാചകന്മാരെ ശ്രദ്ധിച്ചാൽ മതി. വായിക്കാം യോശുവയുടെ ലേഖനം എടുത്തിട്ട് പശ്ചാത്തലങ്ങളും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കും. കാരണം ചരിത്രമാണ്, അവർക്ക് അതിന് പ്രത്യേക സ്കില്ലുണ്ട്. പക്ഷെങ്കിൽ അവര് ഉപദേശം പ്രസംഗിക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. ഒരു ലേഖനം എടുത്ത് പ്രസംഗിക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഡോക്ടറിൻ ഇതേപോലെ തന്നെ പ്രസംഗിക്കാം. 2 നറേറ്റീവ്സ്, സ്റ്റോറി ഇതേപോലെ തന്നെ പ്രസംഗിക്കാം. 3 പ്രോഫസി, പ്രവചനങ്ങൾ ഇതേപോലെ തന്നെ പ്രസംഗിക്കണം. അപ്പം ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാല് അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് സെർമൺ പാറ്റേണിൽ കൊണ്ടുവരാനായി. ഒരു സങ്കീർത്തനം
സങ്കീർത്തനം ഈ പാറ്റേണിൽ കൊണ്ടുവരാം. 5 ഒരു ബുക്ക് മുഴുവനും ഈ പാറ്റേണിൽ നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പൊ വേദപുസ്തകം എന്ന് പറയുന്നത് ഈ 5 കാറ്റഗറിയിലുണ്ട്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ്, ഞാൻ ക്രിസ്റ്റോസെൻട്രിക് മെസ്സേജസ്. നമ്മുടെ മെസ്സേജിന്റെ കൺക്ലൂഷനൊക്കെ ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. എല്ലാ മെസ്സേജും നമുക്ക് അങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമാക്കാൻ കഴിയത്തില്ലെങ്കിലും 90%, ഒരു 95% എങ്കിലും നമ്മുടെ മെസ്സേജിന്റെ ആകത്തുക ടു റിവീൽ ക്രൈസ്റ്റ്, ക്രിസ്തു കേന്ദ്രീകൃതമാകണം എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. കാരണം നമ്മുടെ മെസ്സേജസ് മുഴുവനും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ശ്രമം മുഴുവനും, അല്ലാതെ നമ്മുടെ അറിവ് വലിയതായിട്ട് കൊണ്ടുവരാനൊന്നുമല്ല. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തണം. അപ്പൊ നമ്മുടെ മെസ്സേജുകൾ എപ്പോഴും ക്രിസ്റ്റോസെൻട്രിക് എന്ന് പറയും, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. നല്ല പ്രഭാഷണങ്ങളൊക്കെ തന്നെ. ഞാൻ സങ്കടം പറയട്ടെ, ഇന്ന് ദൈവസഭകളിലെ മെസ്സേജ് കേൾക്കുമ്പോൾ ദാവീദിന്റെ കാര്യം പറയുന്നുണ്ട്. ഗോലിയാത്ത്, ദാനിയേലും യാക്കോവും ഒക്കെ അടിപൊളിയായിട്ട് അങ്ങ് ചർച്ചകളിൽ അങ്ങ് വിളയാടുകയാണ്. പക്ഷേ യേശുവിനെ പ്രസംഗിക്കുന്നില്ല, യേശുവിനെ പറ്റി പറയുന്നില്ല, യേശുവിലേക്ക് നമ്മൾ ആരെ അടുപ്പിക്കുന്നില്ല. അപ്പം നമ്മുടെ മെസ്സേജിന്റെ ഏറ്റവും വലിയ എയിം, എന്ത് മെസ്സേജ് ആണെന്നുണ്ടെങ്കിലും ക്രിസ്തു കേന്ദ്രീകൃതത്തിലേക്ക് നമുക്ക് എത്തിക്കുവാൻ ശ്രമിക്കണം. ഞാൻ ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ കേട്ടോ, വി ആർ നോട്ട് പ്രീച്ചിങ് ജീസസ്, യേശുവിനെ പ്രസംഗിക്കുന്നില്ല. ഇനി അതിൽ രസം എന്നറിയാമോ? ഞാനൊരു പെന്തക്കോസ് പശ്ചാത്തലത്തിലല്ല പറയുന്നത് കേട്ടോ. യാക്കോബിനെ യോസെഫിനെ ഒക്കെ പറയുമ്പോ എന്നെ ആരാധനയാണെന്നറിയാമോ? യേശു സൗഖ്യമാക്കെന്ന് പറയുമ്പോഴത്തേന് വൈബ്രേഷൻ ഇട്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞങ്ങ് നിർത്തും. അത്രേ ഉള്ളൂ. അല്ല യോസേപ്പിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് കർത്താവ് പൊക്കിയെടുത്ത് അങ്ങ് പോയെന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ ഭയങ്കര ആരാധനയാ. പക്ഷെ യേശു സൗഖ്യമാക്കിയെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, തീർന്നു. സത്യം അവിടെ നമ്മൾ ഫെയിലിയർ ആകുക. നമ്മൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞ പാസ്റ്റർമാര് ഒന്നാമത് നമ്മൾ ജനത്തെ ഇളക്കാൻ വേണ്ടിയുള്ള പ്രസംഗങ്ങൾ മാത്രമാണ് ഇന്ന് നമുക്ക് വേദികൾ കാണുന്നത്. ആ പ്രസംഗ ശൈലിയൊക്കെ വിടണം. ഇതൊന്നും ആരോഗ്യപരമായ അപ്രോച്ച് അല്ല, നിലനിൽക്കുന്നല്ല. നിങ്ങൾ വേദികൾ കാണുന്ന എന്റെ പപ്പ, എന്റെ ഫാദർ 40 വർഷം ഒരു ചർച്ചിലിരുന്നതാ. ഒരു മെസ്സേജ് അടുത്ത ഞായറാഴ്ച പറയാൻ പറ്റത്തില്ല. ഇനി ഞാനും ആ ശൈലി തുടങ്ങി. ഞാനിപ്പോ 12ാമത്തെ വർഷം ഒരു ചർച്ച ഇരിക്കുന്നത്. 12ാമത്തെ വർഷം എന്റെ ഈ ചെറുപ്രായത്തിൽ ഒരു മെസ്സേജ് അടുത്ത മെസ്സേജ് ഒരു മെസ്സേജ് കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. 3 സഭകൾ മാറി മാറിയാണ് ഞാൻ ഒരാഴ്ച ശുശ്രൂഷിക്കുന്നത്. 4 സഭകളിൽ ഒരാൾ എന്റെ കൂടെ മിക്കവാറും കാണും. എന്റെ ഇന്നലത്തെ പ്രസംഗം ഇയാൾ കേട്ടതാ. ഒന്നില്ലെങ്കിൽ എന്റെ ഭാര്യയെങ്കിലും കാണും. അവള് പറയും, എന്റെ അച്ചാച്ചൻ ഇത് മാത്രമേ ശുശ്രൂഷിക്കാനുള്ളൂ ചോദിക്കും. അപ്പൊ ഒരാളാണെങ്കിൽ ഒരാൾക്ക് ഒരു റിപ്പിറ്റേഷൻ ഉണ്ടാകരുത്. അപ്പൊ വേദപുസ്തകം എന്ന് പറയുന്നത് കടൽ പോലെയാണ്. നിങ്ങളൊരു പണ്ടത്തെ ഇന്ന് യൂട്യൂബ് വന്നതോടെ പ്രസംഗകരുടെ എല്ലാം എന്താ പറയുന്നത്, കച്ചവടം മുടങ്ങി. പണ്ട് ഒരു വർഷത്തിന് ഒരു മെസ്സേജ് മതിയായിരുന്നു. ഒരു വർഷത്തിന് നല്ലൊരു പ്രസംഗകൻ ഒരു മെസ്സേജ് മതിയായിരുന്നു. ആ മെസ്സേജും കൊണ്ട് അവര് ലോകം കീഴടക്കിയവരാണ്. പക്ഷെ ഇന്നതൊന്നും നടക്കത്തില്ല. ഇന്ന് പഠിക്കണം. 4 വർഷം ഒരു സഭയിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന് ആ 4 വർഷത്തെ ഞായറാഴ്ചകളിലും ഉപവാസ പ്രസംഗിക്കാനുള്ള ഒരു പ്രസംഗങ്ങൾ ഇവരുടെ കാണും. അദ്ദേഹം അടുത്ത ട്രാൻസ്ഫർ ആയി വേറെ സഭയിൽ പോകുമ്പോൾ സെയിം സാധനം അവിടെ അടിക്കും. വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോന്നേ. വചനം പഠിക്കുന്നില്ല. നമുക്ക് ദൈവവചനം എന്ന് പറയുന്നത് ഇത്ര വിശാലമായ കടലാണ്. അപ്പൊ പ്രസംഗം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി എന്തോ നമ്മളെ ഒരു നമ്മുടെ മനസാക്ഷിക്ക് ഞാൻ പ്രസംഗിച്ചു എന്നും അതിനുവേണ്ടിയല്ല. കം ബാക്ക് ടു ടെക്സ്റ്റ്. നിങ്ങൾ ഏതെടുത്താലും ആദ്യത്തെ ഓഡിയൻസ് ആ എഴുത്തുകാരൻ എന്താണോ ഉദ്ദേശിച്ചത് അത് നമ്മുടെ ശൈലിയിലാക്കി ജനങ്ങൾക്ക് കൊടുക്കുക. ഇതാണ് നമ്മൾ നമ്മുടെ പ്രസംഗങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ദയവായി നിങ്ങൾ ഇങ്ങനെ എല്ലാവരും എന്നെ ഒരുമാതിരി നോക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം വരുവാണ്. രണ്ടാമത് ഇതിങ്ങനെ പോയാൽ ശരിയല്ലല്ലോ എന്നുള്ള തോന്നലാണോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം.
ആർക്കും സംശയമില്ല പാസ്റ്ററെ. ഞങ്ങൾ ഒരിക്കലും മാറത്തില്ല. ഇനി എന്നാ ഹോമിൽറ്റിക്സ് പറഞ്ഞാലും ഞങ്ങൾ ഈ പരുവത്തിനെ പോകത്തുള്ളത് തീരുമാനമാണെന്ന് തോന്നുന്നു എല്ലാരും എടുത്തിരിക്കുന്നത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സ്തോത്രം. താങ്ക് യു. പാസ്റ്ററിന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു വേണ്ടി PM പാസ്റ്റർ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസുപിതാവേ, നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങള് എങ്ങനെ ദൈവവചനം മാധുര്യത്തോടുകൂടെ ആധികാരികതയോടുകൂടെ അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര് കർത്താവേ ദൈവം കൊടുത്ത ആ ഒരു വെളിപ്പാടനുസരിച്ച് അവരെഴുതിയത് ആദ്യത്തെ വിശ്വാസികൾ എങ്ങനെ വായിച്ചോ അത് അതുപോലെ തന്നെ